ഹലോ കൂട്ടുകാരെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ചെടികൾ കൂട്ടുകാർക്ക് കാണിക്കാനാണ് ഞാൻ വന്നത് വീഡിയോ ആയിട്ട്. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം, ഷെയർ തരണം കേട്ടോ. എനിക്ക് ഷെയറും ഇല്ല, എൻ്റെ വീഡിയോസ് ആരും കാണുന്നില്ല. എൻ്റെ വീട്ടിൽ കുറച്ച് പൂ വിരിയുന്ന ചെടികളാണേ കേട്ടോ. കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഞങ്ങളായിട്ട് ഇതിനു മുമ്പ് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴേ ചെടികളെല്ലാം വെട്ടിക്കളഞ്ഞ് വേറെ പൂ വിരിയുന്ന ചെടികളാണ് ഇപ്പം നടുന്നത്. പിന്നെ ഇല ഭംഗിയുള്ള കുറച്ച് ചെടികളുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടി. കൂട്ടുകാരെ, എങ്ങനെയുണ്ടെന്ന് ചെടി പൂക്കൾ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ഇടണേ. കൂട്ടുകാർക്ക് ഈ ചെടിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരും? ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടി. ഇതിൽ 3 കളറുണ്ട് കേട്ടോ. യെല്ലോ ഉണ്ട്, വയലറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട് കേട്ടോ. 3 കളറാണേ. എൻ്റെ വീഡിയോ കാണണേ കൂട്ടുകാരെ. ആരും വീഡിയോസൊന്നും കാണുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് സബ്സ്ക്രൈബറുണ്ട്, ലൈക്കും ഉണ്ട്, കമൻറ്റും ഉണ്ട്. പക്ഷേ വീഡിയോസ് ആരും കാണുന്നില്ല. നിങ്ങളെ വീഡിയോ കാണണം കേട്ടോ കൂട്ടുകാരെ. ഇത് പിന്നെ ലീഫ് ചെടിയാണ് കേട്ടോ. കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലെ ചെടി കൂട്ടുകാർക്കൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇത് തെറ്റിച്ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ 3 കളറുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളായിട്ട് ഒന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഓർക്കിഡാണേ. ഇത് ഓർക്കിഡ് ചെടിയാണ്. പിന്നെ തെറ്റിയാണ്. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അതിലിപ്പം പൂ വന്നിട്ടില്ല. പൂ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് ലീഫ് ചെടിയാണ് കേട്ടോ. ഇല ഭംഗിയുള്ള ചെടികളാണ്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ കാണണേ കൂട്ടുകാരെ. ഇതെല്ലാം ഇല ഭംഗിയുള്ള ചെടിയാണ്. ഞങ്ങളുടെ മുമ്പ് ഒരുപാട് ചെടിയുണ്ട്. ഇപ്പോൾ എല്ലാം വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉള്ളു കേട്ടോ. പൂ വിരിയുന്ന ചെടിയൊക്കെ നടാനാണ് താല്പര്യം. പിന്നെ കുറച്ച് ഇല ഭംഗിയുള്ള ചെടികളൊക്കെ നടാനും ഇഷ്ടമാണ്. പിന്നെ പണ്ടത്തെ കമ്പ് ചെടികളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ നടുന്നില്ല. അതെല്ലാം വെട്ടിക്കളഞ്ഞ് നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ കുറച്ചുണ്ട്. അതൊക്കെ ഞാൻ കൂട്ടുകാർക്ക് കാണിക്കാനാണ് വന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഈ ചെടിയൊക്കെ നല്ല രസമാണ് നേരിട്ട് കാണാൻ. കണ്ടോ? ഈ ചെടിയൊക്കെ നല്ല ഭംഗിയാണ്. നല്ല രസമാണ് ഈ ചെടി കാണാൻ. ഇതിങ്ങനെ പടർന്നു വരുന്ന ചെടിയാണ് കേട്ടോ. ഏതെങ്കിലും മരത്തിലിങ്ങനെ പടർന്ന് വള്ളിയുള്ള ചെടിയാണ്. അതിൻ്റെ ഇല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമാണ് ലീഫ് കാണാൻ. പിന്നെ ഇത് ഇത് കണ്ടിട്ടുണ്ടോ? ഇത് വഴിയിലൊക്കെ പിടിക്കുന്ന പൂക്കളാണ്. അവിടെ വിരിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് ആ പൂവിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. കണ്ടാ കൂട്ടുകാരെ? പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന എന്തിനെന്നറിയാമോ? അതൊരു ചീരയാണ് കേട്ടോ. ആ ചീരയുടെ പേരാണ്, എനിക്ക് മറന്നുമല്ല പേര്. ഈ പൂവുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആ ചീരയുടെ പേര് പൊന്നാങ്കണ്ണി ചീരയാണ്. കണ്ണിന് കാഴ്ചയ്ക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. യൂട്യൂബിൽ കണ്ടതാണ്, അതിൻ്റെ അറിവാണ് ഞാൻ പറയുന്നത്. കണ്ണിന് കാഴ്ചയ്ക്ക് നല്ല ചീരയാണെന്ന് പറയുന്നു. ഇത് ബന്ദിച്ചെടിയാണ്. ഇത് നല്ല പൂ വിരിയുന്നതാണ്. പക്ഷേ ഇപ്പം പൂവില്ല കേട്ടാ. പൂ ഇപ്പോഴില്ല. ഇപ്പോൾ അതിൽ പൂ വരുന്നില്ല. കുറേ ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞപ്പോൾ പൂവില്ല. ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. വലിയ മരമായിട്ട് പൂ പിടിക്കുന്നതാണ്. നല്ല പൂവാണ്. ആ പൂവാണ് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ പൂ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. പിന്നെ ഇത് ചെമ്പരന്തി, നമുക്ക് തലയിൽ തേക്കാൻ താളിക്ക് വേണ്ടി അതിൻ്റെ ഇല നല്ലതാണ്. നാടൻ ചെമ്പരന്തിയാണ്. പൂ വന്നിട്ടില്ല. ഇതും നല്ല പൂവാണ്. ഇങ്ങനെ വള്ളി കണക്ക് ഇങ്ങനെ പടർന്നിട്ട് നല്ല കൊച്ചു ചുമന്ന പൂവാണ് കേട്ടാ. അതും നല്ല രസമുള്ള പൂവാണ്. പക്ഷെ നല്ല പടർന്നടിക്കും കേട്ടാ. അപ്പോൾ അതിൽ കൊച്ചു പൂക്കളുണ്ട്. കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണേ. ഇത് തെറ്റിയാണ്. തെറ്റിയുടെ 4-5 കളറുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നേ ഉള്ളൂ. പിന്നെ വേറൊരു തെറ്റി ഉണ്ടായിരുന്നു, വയലറ്റ്. അത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു, കാണിച്ചു തരാം കേട്ടാ. ഇത് റോസയാണ്. റോസ 3-4 കളറുണ്ടായിരുന്നു. 2-3 കളറ് ഉണങ്ങിപ്പോയി. ഇപ്പോൾ 3 കളറേ ഉള്ളൂ. അതിൽ 2 കളറിൽ പൂവുണ്ട്.
ഇതൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ ചെടി കൂട്ടുകാരെ. എൻ്റെ ചെടിയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻ്റ് എല്ലാം ചെയ്യണേ. എൻ്റെ വീഡിയോസ് എല്ലാ കൂട്ടുകാരും കാണണം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? ഇതൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ ചെടി കേട്ടോ. എല്ലാവരും വീഡിയോ കാണണേ. ഈ പൂവൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് കൂട്ടുകാർക്കും കൂടെ കാണിക്കാമെന്നും പറഞ്ഞാണ് ഇട്ടത് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇനി പുതിയ ചെടിയിൽ പൂക്കൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയാണ് ഞങ്ങളെ വീട്ടിലെ ചെടി, ഇത്രയേ ഉള്ളൂ. വേറെ ചെടികൾ ഇനി പൂ വരാത്ത കുറച്ച് ചെടിയുണ്ട്. പൂ വരുമ്പോൾ കാണിച്ചു തരാമേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും കാണണം കേട്ടോ. ഈ ചെടി നല്ല രസമാണ്, വയലറ്റാണ്. ഇതിൻ്റെ 3 കളറുണ്ട്. ഇപ്പോൾ ഞങ്ങളായിട്ട് ഒരു കളറേ പൂ പിടിച്ച് നിൽക്കുന്നുള്ളേ. വയലറ്റിൽ വെള്ളപ്പൂവാണ്. പിന്നെ ഇത് നല്ല ലീഫിൻ്റെ ഭംഗിയുള്ള ചെടിയാണ്, നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. കണ്ടാ, ഈ ചെടി നല്ല രസമാണ് കേട്ടോ കൂട്ടുകാരെ. നല്ല ഭംഗിയാണ്. നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ നടാം, നീളത്തിലൊക്കെ നടാം, വട്ടത്തിൽ നടാം. നല്ല ഭംഗിയാണ് ഈ ചെടികൾ. പക്ഷേ ഞങ്ങളിപ്പോൾ നടുന്നില്ല, ഞങ്ങൾക്ക് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ട് വേണം. അതുകൊണ്ട് എല്ലാ ചെടിയും വെട്ടിക്കളഞ്ഞിട്ട് ചട്ടിയിൽ മാത്രമേ നടുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ചെടികളെല്ലാം ചട്ടിയിൽ മാത്രമേ ഉള്ളൂ. ഈ ചെടി നല്ല രസമാണ്, ലീഫിന് ഭംഗിയാണ്, ഇലഭംഗിക്കുള്ള ചെടിയാണ് കേട്ടോ. ഇനി ഞാൻ പുതിയ പൂക്കൾ വരുമ്പോൾ ചെടിയുടെ വീഡിയോസ് ഇട്ട് തരാമേ. എല്ലാ കൂട്ടുകാരും ചെടിയൊക്കെ കാണണം കേട്ടോ എൻ്റെ വീഡിയോ. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെടി. ഇനി പുതിയ ചെടികളൊക്കെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാമേ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട്. ഓക്കെ, ബൈ.